നിലാക്കീറിലേക്ക് സ്വാഗതം. വേദപാഠ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ച ചോദ്യം കേട്ട് അധ്യാപകൻ ആദ്യമൊന്ന് ഞെട്ടി. എന്തിനാണ് കുരിശുരൂപം ധരിക്കുന്നത്? യേശുവിനെ കുത്തിക്കൊന്നിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ കത്തി ശരീരത്തിൽ അണിയുമായിരുന്നോ എന്നായിരുന്നു അവൻ്റെ ചോദ്യം. മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഒരു കഥയായിരുന്നു. പ്രസിദ്ധനായ ഒരു ശില്പിയുണ്ടായിരുന്നു. രാജ്യത്തിലെ മികച്ച ശില്പിയെ കണ്ടെത്താൻ നടത്തിയ മത്സരത്തിൽ അയാൾ പരാജയപ്പെട്ടു. ശില്പനിർമ്മാണത്തിനിടയിൽ ചുറ്റിക അടിയേറ്റ് കല്ലിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടതായിരുന്നു കാരണം. തൻ്റെ തോൽവിക്ക് കാരണമായ ആ വലിയ കല്ല് അയാൾ വീടിൻ്റെ മുറ്റത്ത് സ്ഥാപിച്ചു. തേടി വന്നവരോടൊക്കെ ശില്പിയെന്ന് വിളിക്കപ്പെടാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് ആ കല്ല് ചൂണ്ടി അയാൾ പറയുമായിരുന്നു. അങ്ങനെ അയാൾ ശില്പനിർമ്മാണം അവസാനിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞ് വൃദ്ധനായ ഒരു മനുഷ്യൻ അയാളെ അന്വേഷിച്ചെത്തി. മുറ്റത്തെ കല്ല് ചൂണ്ടിക്കാട്ടി ആ വിള്ളൽ ഉപയോഗിച്ച് ഒരു ശില്പമുണ്ടാക്കാമോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ ശില്പിക്ക് ആവേശവും അതിശയവും തോന്നി. അയാൾ മാലാഖയുടെ മനോഹരമായ ഒരു ശില്പം ആ കല്ലിൽ കൊത്തിയെടുത്തു. അടുത്ത വർഷത്തെ മത്സരത്തിൽ ആ ശില്പത്തിനായിരുന്നു സമ്മാനം. ഒരിക്കൽ അയാളുടെ തോൽവിക്ക് കാരണമായ ആ കല്ലിലുണ്ടായ വിള്ളൽ തന്നെ പിന്നീട് അയാളുടെ വിജയത്തിന് കാരണമായി മാറി. യേശുവിൻ്റെ കുരിശിൻ്റെ കഥയും ഇതുപോലെയാണ്. സെപ്റ്റംബർ 14 ഇന്ന് തിരുസഭ വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ അപമാനത്തിൻ്റെ അടയാളമായ കുരിശുരൂപം എങ്ങനെയാണ് മഹത്വത്തിൻ്റെ പ്രതീകമായി മാറിയത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണമനുസരിച്ച് ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിന് പ്രേരണയായത് ഒരു സർപ്പമായിരുന്നല്ലോ. അത് വഞ്ചനയുടെയും അനുസരണക്കേടിൻ്റെയും പ്രതീകമായിരുന്നു. എന്നാൽ സംഖ്യയുടെ പുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു സർപ്പത്തെക്കുറിച്ചുള്ള കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരായി പിറുപിറുക്കുന്നുണ്ട്. അതിൻ്റെ ശിക്ഷയെന്ന പോലെ ആഗ്നേയ സർപ്പങ്ങൾ അവർക്കിടയിലേക്ക് വരികയും അനേകർ മരിക്കുകയും ചെയ്തു. പിന്നീട് ജനം പശ്ചാത്തപിച്ചപ്പോൾ ദൈവം മോശയോട് ഒരു വെങ്കല സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ ഉയർത്തി നിർത്താൻ കൽപ്പിച്ചു. ആ സർപ്പത്തെ നോക്കുന്നവർ ആരും മരിക്കില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കിയേ. ഏദനിൽ ആദിമാതാപിതാക്കന്മാരുടെ പതനത്തിന് കാരണമായ, മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മരണത്തിന് കാരണമായ അതേ സർപ്പത്തിൻ്റെ രൂപം ഇപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ അടയാളമായി മാറുന്നു. അത് ആ വെങ്കല സർപ്പത്തിൻ്റെ ശക്തി കൊണ്ടായിരുന്നില്ല, മറിച്ച് ദൈവത്തെ അനുസരിക്കാൻ അവർ തയ്യാറായതിൻ്റെ ഫലമായിരുന്നു. അനുസരണക്കേട് മൂലം വന്നുഭവിച്ച മരണം ഇപ്പോൾ അനുസരണയോടെയുള്ള നോട്ടത്തിലൂടെ സുഖമാക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യരുടെ യുക്തിയെ എങ്ങനെ മറികടക്കുന്നു എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് ഇത്. ഇതിൻ്റെ തുടർച്ചയായാണ് യേശുവിൻ്റെ കുരിശിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ കാലത്ത് കുരിശുമരണം ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായ മരണമായിരുന്നല്ലോ. ദൈവത്താൽ ശപിക്കപ്പെട്ടവനെന്നൊക്കെയാണ് കുരിശിൽ മരിച്ചിരുന്നവരെ അവർ വിളിച്ചിരുന്നത്. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി സ്വരമുയർത്തിയവർ അതിലൂടെ അവനെ ഏറ്റവും കഠിനമായി അപമാനിക്കാനും എന്നേക്കുമായി ഇല്ലാതാക്കാനും കഴിയുമെന്നാണ് കരുതിയത്. അങ്ങനെയാണ് ദൈവപുത്രനെന്ന് അവകാശപ്പെട്ടവനെ പരാജയത്തിൻ്റെയും നിന്ദയുടെയും പ്രതിരൂപമായ കുരിശിൽ തൂക്കാനായി അവർ തീരുമാനിച്ചത്. എന്നാൽ മരണത്തിൽ നിന്നുപോലും പിതാവ് തന്നെ ഉയിർപ്പിക്കുമെന്ന് യേശു പ്രത്യാശിച്ചു. അങ്ങനെ കടുത്ത നിരാശയുടെയും നിസ്സഹായതയുടെയും നേരത്തെ യേശു പ്രത്യാശ കൊണ്ട് അതിജീവിച്ചു. യേശുവിൻ്റെ വിശ്വാസത്തിന് ദൈവം നൽകിയ ഉത്തരമായിരുന്നു ഉത്ഥാനം. അങ്ങനെ കൊടിയ അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശ് ക്രിസ്തുവിൻ്റെ അതിശക്തമായ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായി പരിണമിച്ചു. കുരിശ് ധരിക്കുമ്പോൾ യേശുവിൻ്റെ അതേ വിശ്വാസത്തിലും പ്രത്യാശയിലും നാം പങ്കുചേരുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ, പരാജയങ്ങളെ, വീഴ്ചകളെ ഒക്കെ ഉയർപ്പിൻ്റെയും വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും കാരണമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന പ്രത്യാശയും കൂടിയാണത്.
അങ്ങനെ കുരിശ് ഒരു അടയാളം എന്നതിനേക്കാൾ ഒരു നിലപാടാണ് എന്ന് പറയാം. കുരിശ് അണിയുന്നത് കൊണ്ടല്ല, യേശു കുരിശിനെ സമീപിച്ച മനോഭാവത്തോടെ ജീവിതത്തിലെ സഹനങ്ങളെ നോക്കാൻ കഴിയുമ്പോഴാണ് കുരിശ് രക്ഷയുടെ അടയാളമായി മാറുന്നത്. ഒരു ശില്പം നിർമ്മിക്കാൻ ശ്രമിച്ചിട്ട് അപ്രതീക്ഷിതമായി സംഭവിച്ച ആഘാതം മൂലം ഞാൻ തോറ്റുപോയി, ഇനി എന്നെക്കൊണ്ട് ഒന്നുമാവില്ല എന്ന് ചിലപ്പോൾ നമ്മളെന്ന ശില്പി കരുതിപ്പോയിട്ടുണ്ടാകും. ഒരിക്കലെടുത്ത തീരുമാനങ്ങൾ, ചില തിരഞ്ഞെടുപ്പുകൾ, ചില ബന്ധങ്ങൾ, ചില നഷ്ടങ്ങൾ ഒക്കെ വലിയ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. എന്നാൽ അന്ത്യത്താഴത്തെ നിത്യവിരുന്നായി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന് നമ്മുടെ നിസ്സഹായതയെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. മുറിവുകളെ സുഖപ്പെടുത്താനാവും, ഇരുളിനെ വെളിച്ചമായി മാറ്റാനാവും. ഇനിയും സാധ്യതയുണ്ട് എന്ന് പ്രത്യാശിക്കാനുള്ള ബലമാണ് കുരിശ്. തോറ്റുപോയെന്ന് തീരുമാനിച്ച് സ്വയം ഒതുങ്ങിപ്പോയ എല്ലാ മനുഷ്യരോടും പറയാവുന്ന സുവിശേഷത്തിൻ്റെ പേരാണ് കുരിശ്. അത് ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല, ഭൂമിയിലെ വേദനിക്കുന്ന സകല മനുഷ്യർക്കുമുള്ള വിഹിതമാണ്. കാരണം ഭീകരമെന്ന് കാഴ്ചയിൽ തോന്നിയാലും കുരിശ് നമ്മെ പുഞ്ചിരിക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ഈശോയെ, നിരാശയുടെ ആഴങ്ങളിലേക്ക് വീണുപോകുമ്പോഴും നിന്നെപ്പോലെ ഉദ്ധാനത്തെ പ്രത്യാശിക്കാനുള്ള ബലം നൽകണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.